ഹലോ, രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട്. അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത്. മറ്റൊന്നുമല്ല, ഈ കാണാഭാഗത്ത് മറുകുണ്ടായ ഭാഗ്യമല്ലേ? ഉമ്മയാ? അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ. ചോദിച്ചാ ഞാൻ എങ്ങനെ തരാതിരിക്കുക? എന്തു പറ്റി? കണ്ണിലൊരു കരട് പോയി. കണ്ണി കരട് പോയാ പല്ലിലാണോടാ കുത്തുന്നത്? കണ്ണി പോയാ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത? വീട്ടിൽ യാതൊരു ഫ്രീഡം ഇല്ലെന്ന് വെച്ചാ? ഇവന്റെ കണ്ണിലല്ല, കരളിലാണ് കരട് വീണിരിക്കുന്നത്. ഫോണിലൂടെ അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു നാണമില്ലാത്ത പഹയൻ. ഏയ്, എന്തേ ഉത്തരം പറഞ്ഞില്ല? പോയോ? കറണ്ട് നേരത്തെ പോയല്ലോ. ഞാൻ ഇവിടെ ഉണ്ടമ്മ. തമ്പുരാനെ, ഞാൻ എന്താണ് ഈ കേൾക്കണത്? ഇങ്ങനെയൊക്കെ തോന്നിക്കാൻ എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല, അഹമ്മദിയാ. ചുട്ടടി അതിന് കൊടുക്കേണ്ടത്. ശാസിച്ചല്ല, സ്നേഹിച്ച ഞാൻ നിന്നെ വളർത്തിയത്. ആ വല്യമ്മാമയെ നീ പരീക്ഷിക്കുകയാണോ? ഈ മാളിയേക്കര കുടുംബത്തില് ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോ മുതല് നിന്റെ വല്യമാമ ഉരുകി തീരുക. അതറിയോ അനക്ക്? എന്റെ ജമാൽ അങ്ങനെ അറിഞ്ഞ എന്ത് പുകിലായിരിക്കും നടക്കുക? എന്തിനാണ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കണത്? കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങിയ പാടം പോലെയായി. ഇവന് കിട്ടിയ തല്ല് ഒന്നൊരു താക്കീതാണ്. അല്ല, ഓൻ നിരപരാധിയാ. സത്യം പറഞ്ഞ ഓൻ ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്. പന്നി ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിക്കാസും കട്ടപ്പാരിയായിട്ട് ഓന്റെ ജോലിക്കാര് കൊല്ലാൻ ഒങ്ങിയപ്പോ ഓൻ ഒറ്റൊരുത്തൻ തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കി കിട്ടിയത്. എന്റെ സ്റ്റെബിലൈസറിന് അടി കിട്ടിയത്. പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരനാ. ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ച് തീർക്കല്ലേ? ഇനി വർഗീയത വെച്ച് കളിച്ചാലേ ഓനൊരു പാഠം പഠിക്കും. വാളെടുക്കാൻ വരട്ടെ. രണ്ട് കൈ മുട്ടിയാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഇവള് ഒരു കാരണക്കാരിയല്ലേ? എന്താ മോളെ നിന്റെ ഉദ്ദേശം? നീ ആഗ്രഹിച്ചതൊക്കെ ഈ വല്യമ്മാമ നടത്തി തന്നിട്ടില്ലേ? പക്ഷെ ഇപ്പോ ഈ അരുതാത്തതൊക്കെ ആഗ്രഹിച്ച വാങ്ക് വിളി കേൾക്കണ ഈ തറവാട്ടില് ഇനി എല്ലാരും സംകൂതേണ്ടി വരും. അതിന് യോഗം ഉണ്ടാകൂല. ശങ്കൂതന്റെ ചങ്ക് ജമാല് കൊണ്ടുപോകും. നമ്മളൊരു കാര്യം പറയാം. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയ ബിരിയാണിയിൽ വിഷം ഒഴിച്ച് തിന്ന് നമ്മ ശത്തുകളയും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? കൊച്ചുനാളിൽ എനിക്ക് അരക്കൽ ബിബിയുടെ കഥ പറഞ്ഞു തന്നത് വല്യമ്മയായിരുന്നില്ലേ? കഥയായാലും കാര്യമായാലും വല്യമ്മ പറഞ്ഞത് മാത്രം കേട്ട് വളർന്നോളാം ഞാൻ. വല്യമ്മ പറയുന്നതേ അനുസരിച്ചിട്ടുള്ളൂ. പണ്ട് അങ്ങ് വടക്ക് ഏഴുമല കോലത്തെ രണ്ട് തമ്പുരാട്ടിമാർ പുഴയിൽ കുളിക്കാൻ പോയി. കുളിച്ചുകൊണ്ടിരുന്നപ്പോ മൂത്ത തമ്പുരാട്ടി ഒഴുക്കിൽപ്പെട്ടു. അപ്പുറത്തെ കടവിൽ കുളിച്ചോണ്ട് നിന്നിരുന്ന ഒരു മുസൽമാൻ നിലവിളി കേട്ട് ഓടി വന്ന് തമ്പുരാട്ടിയെ രക്ഷിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒഴുക്കിൽ ഉടുതുണ്ടി നഷ്ടപ്പെട്ട ആ തമ്പുരാട്ടി കരയിൽ കയറാനാവാതെ കഴുത്തോളം വെള്ളത്തിൽ ആ പുഴയിൽ തന്നെ അങ്ങനെ നിന്നു. എന്നിട്ടോ തമ്പുരാട്ടിക്ക് നാണം മറയ്ക്കാൻ തന്റെ രണ്ടാം മുണ്ട് ആ മുഹമ്മദിയൻ ദാനമായി നൽകി. പക്ഷേ കരക്കാരും കുടുംബക്കാരും ആ വാർത്ത കേട്ട് ഞെട്ടി. ഒപ്പം നാട് ഭരിക്കുന്ന കോലോത്തിരി രാജാവ്. ആ മുസൽമാനെ രാജാവ് കൊന്ന വല്യമ്മ. അതാണ് രാജാവിന്റെ വലിയ മനസ്സ്. മാനവും ജീവനും രക്ഷിച്ച മുസൽമാനെ ഭർത്താവായി വേണമെന്ന് തമ്പുരാട്ടി പറഞ്ഞപ്പോ രാജാവ് തന്നെ നിക്കാഹം നടത്തി കൊടുത്തു. അരക്കൽ കൊട്ടാരവും പണിതു കൊടുത്തു. ലക്ഷ്യമോക്ക് കഥ ഇഷ്ടമായോ? എന്താ കിനാവ് കാണുക? അപ്പുറത്ത് ഇനിയും ബഹളം തീർന്നിട്ടില്ല. ഇപ്പൊ എന്റെ പേരിലെ കുറ്റം.
ഞാൻ അത്ര നിന്നെ ചീത്തയാക്കിയത്. എല്ലാവരുടെയും ഔദാര്യത്തിൽ കഴിയുന്നവളായതുകൊണ്ട് ഞാനായിട്ട് ഒന്നും മിണ്ടാനും പോയില്ല. ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ തന്റെ അടുത്തോടുകൂടി നിൽക്കുക, അത്ര തന്നെ. മറ്റാരും എനിക്ക് പ്രശ്നമല്ല. വല്യമ്മയുടെ മനസ്സ് വേദനിച്ച് കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. വല്യമ്മയെ വേദനിപ്പിക്കാനും പറ്റില്ല, സ്നേഹിച്ച ചെറുക്കനെ മറക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാ പറ്റുവോ? പറഞ്ഞു നാവെടുത്തില്ല. ദേ പ്രതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തട്ടം തലയിൽ ഇട്ടപ്പോഴാ മാളേക്കിലെ നച്ചിത്താത്തയായത്. എന്തേ മൂത്തൊരു വല്ലായ്മ? എനിക്കെന്തോ പേടി തോന്നുന്നു. എന്റെ നബീസു, ബിൽഡിംഗ് റൂൾ എല്ലാം നോക്കിയിട്ട് കെട്ടിടം പണിയാന്ന് വിചാരിച്ച് നടക്കോ? ആദ്യം കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഈ കെട്ടിടം പണിയുന്നു. ഞാൻ പോട്ടെ നബീസു, നിങ്ങൾ സംസാരിക്കേ. അതെ, അതാ എന്റെ ശരി. പേടിക്കണ്ടെന്നേ, അപ്രൂവൽ നമുക്ക് പിന്നെ വാങ്ങിച്ചെടുക്കാം. ബിൽഡിംഗ് റൂൾ എക്സംഷൻ സർക്കാർ പോലും അനുവദിച്ചിട്ടുള്ളതാ. നിങ്ങൾ പറയണതൊന്നും ഉമ്മക്ക് മനസ്സിലാവണില്ല. ഈ കോളേജ് കുമാരിയുടെ ഗ്രൂപ്പ് ഏതാ? സെക്കൻഡ്. അപ്പൊ സസ്യോളജി അല്ലെങ്കിൽ ജന്തുവോളജി. ഗാന്ധിജി അറിയോ? എന്തിനാ? അല്ല, പരിചയപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വീരശൂര പരാക്രമികളായ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? തോക്ക് ചൂണ്ടിയിട്ടല്ല, പട്ടിണി കിടന്ന്. അതുപോലെ നമുക്കും ഒരു തോക്കില യുദ്ധം ആരംഭിക്കാം. എന്നുവെച്ചാ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യയോ? അതെ, ഒരു ആത്മഹത്യാ ഭീഷണി. ജാതിയും മതമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ. അവരെ വരട്ടാൻ വേണ്ടി ഒരു തന്ത്രം. വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സ്റ്റൂള് തെറ്റി. ഓ അത് ശരി, ആത്മഹത്യാശ്രമം. കൊള്ളാം. എടാ കഴുതേ, ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കൂ? ഇന്ത്യ ആണവരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത്. ഹൈടെക്. ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാവൂടാ? എടാ, ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ടെ പിടിക്കുക. ഇനി ഇതൊന്നുമല്ല, വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും. കോക്കറി കാണിക്കല്ലേ. മനുഷ്യനോട് നടുവും തല്ലി വീണ് ചാവറായിട്ട് നിൽക്കുമ്പോഴാ മാതാമാക്ഷര് പഠിച്ച തമാശ. അല്ല, നീ എന്തിനാ ഇത് ഇവിടെ തൂക്കിയത്? നിന്റെ മുറിയിലാവായിരുന്നില്ലേ? അവിടെ ആവുമ്പോ ആരും അറിയയില്ല. അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല. ഉം. അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല. ദാ, റൂഫിന് ഹൈറ്റ് ഇല്ല എന്ന്. അച്ഛനും മോനും വീണ്ടും തുടങ്ങിയോ? കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക്? അയ്യോ, എന്താ ഇത്? നീ എന്തിനാ ഈ കുരുക്കിട്ടത്? ചുമ്മാ ചുമ്മാതല്ല, നമ്മുടെ മോനെ ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി. കൂടോത്ര അറിയുന്ന മുസ്ലിംമാരപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്തു കാണോ? ഇടി കുട്ടിച്ചാത്തൻ ആരെങ്കിലും കൂടോത്രം ചെയ്യുവോ? എന്റെ ദേവി, ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ തലയിലാവുന്ന കരുതി സ്വന്തം കുടുംബക്കാർ പോലെ ഇട്ടെറിഞ്ഞു പോയതാ നമ്മളെ. എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി. ഇനി ആ വീടിന്റെ കടം കൂടി തീർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ. എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ? ഒരിക്കലും ഈ എത്തിയെ പോലെ ആവരുത്. നീ എങ്ങനെ രക്ഷപ്പെടണം. ആ ഗ്ലാസിങ് എടുത്തു തരുമോ? എന്താ ഇത്? എന്തിനാ ഇത്? ആവശ്യമുണ്ട്. എന്താ ഇത്? മൂട്ടവിഷം. എന്റെ റബ്ബേ, എന്തിനാ ഇപ്പൊ മൂട്ടവിഷം? മൂട്ടയെ കൊല്ലാൻ. അതിനീ പോലെയുള്ള മൂട്ടയില്ലല്ലോ. എന്റെ പടച്ചോനെ, വല്ല ഇബിലിസോ ജിന്നോ എന്റെ മോളുടെ മേത്ത് കൂടിയാ. നിന്നോട് ആരാ പറഞ്ഞതൊക്കെ ചെന്ന് പറയാൻ? എന്താ മോളെ ഇത്? ഓള് ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നോ എന്റെ പേടി. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ കാവലിരിക്കുക? പിന്നിപ്പോ എന്താ ചെയ്യുക? അരുതാത്ത ബന്ധത്തിന് സമ്മതം മൂളാനോ? ഓളിപ്പോ എന്തെടുക്ക? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി വിഷം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ?
അതിന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. എന്റെ അല്ലോ വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാലൂട്ടി തീറ്റിച്ചത്. വിഷം അകത്ത് എന്നാലും ചാവാത്ത ചെയ്താനായത് വിശ്വസിച്ചൂടാ. ഹലോ, അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മാമ്മയും കുഞ്ഞമ്മാമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഏറ്റു. ആഹാ, ഇവിടെ ചീറ്റി. പക്ഷേ ഇതിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ, ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട. മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട. നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരമല്ലേ തങ്കപ്പേട്ട. വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്ന് നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല. എന്റെ തങ്കപ്പേട്ട, ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയായിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ ജസ്റ്റ് എ മിനിറ്റ്. എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവ് നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനത്? എടാ, മനുഷ്യന്റെ കാര്യമല്ലേ. ആ. ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനുമാണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചു. തങ്കപ്പേട്ടൻ സംസാരിച്ചോ? സംസാരിച്ചോ? തങ്കപ്പേട്ട, അതും ചീറ്റി. വലിയ സൂത്രക്കാരിയായി പോയി അല്ലേ? വളർന്നു, നമ്മുടെ മോൾ ഒരുപാട് വളർന്നു. ഈ മാമന്മാരെയും പെറ്റുമ്മയും കോമാളികളാക്കുന്ന പാകത്തിൽ നീ വളർന്നു. പേടിപ്പിച്ച കാര്യം നടക്കുന്നു ഓൻ എന്നെ ഉപദേശിച്ചു അല്ലേ? ഇങ്ങനെ കള്ളം കാണിക്കാൻ നീ എവിടുന്ന് പഠിച്ചു? വല്യമ്മ, മിണ്ടിപ്പോകരുത്. നിന്റെ നെഞ്ചിൽ ജീവനുള്ളിടത്തോളം കാലം നിന്റെ മനസ്സിലെ മോഹം നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇക്കാതിനെ ഓട വെക്കിട്ട് കയറണത് ഈ പുലിവാലിനെല്ലാം കാരണം കള്ള ഹിമാറല്ലേ. ഓനിട്ട് 2 പടപടയ്ക്കണം. ശരിയാ. ആ ചെക്കനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ. തീർക്കാം. ഇപ്പോ ഈ നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. പാടാ അജിക്ക, എല്ലാം ആലോചിച്ചിട്ട് പോരെ, വെറുതെ എടുത്തിയാർന്നോ? അനക്കതിൽ കാര്യമില്ല. ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഈ ആരാടാ ഇതൊക്കെ പറയാൻ? സ്വന്തം വർഗത്തിനോട് കൂറില്ലാത്ത കള്ള ഹിമാർ. മാറിക്കട വല്ലാലെ പോ. പാടാ. ഉമ്മ, അവരോട് അങ്ങോട്ട് പോണ്ടെന്ന് പറയുമ്മ. ഇല്ല, നീ ഒരുത്തി അതിനെല്ലാം കാരണം. ഇന്നത്തെ കൊണ്ട് ഓന്റെ എപ്പിസോഡ് അവസാനിപ്പിക്കണം. എന്താ എന്നോട്ട് ഈ കാണിച്ചത്? ഈ ഉമ്മയോട് നീ എങ്ങനെയാണോ മോളെ വാശി തീർക്കുന്നത്? എന്റെ പടശോനെ, ഈ സമയം കളയാതെ അവരെ ഇങ്ങോട്ട് വിളിക്കേ. എന്താ? എന്തു പറ്റി? എന്താ മോളെ ഇത്? ഞാനൊരു സൂത്രക്കാരിയല്ല വല്യമ്മ. ആരെയും കോമാളിയാക്കാനും അല്ല. എനിക്ക് അയാളെ ഇഷ്ടാണ്, അത്രയ്ക്ക് ഇഷ്ടാണ്. മരിച്ചു കാണിച്ചാലെങ്കിലും വിശ്വസിക്കുമല്ലോ. മോളെ, മോളെ. നബീസു, നബീസു, നബീസു. 8 പൊട്ടും തിരിയാത്ത പെണ്ണിന് വേണ്ടാത്തൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ഈ സ്ഥിതിയിലാക്കിയിട്ട് ഇപ്പൊ കാണാൻ പറ്റിരിക്കും. കുഞ്ഞുമാമതേ, ബഹളം വേണ്ട. ആശുപത്രിയായത്. ഒന്ന് സ്നേഹിച്ചു പോയതിന് ഇത്രക്കേറെ ശിക്ഷിക്കണായിരുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ ഈയാണ്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒറ്റണത്തിന് ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. കണ്ണ വേണ്ട, ഒന്നിച്ച് ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെയൊക്കെ സമ്മതം വേണ്ടു. ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. അറിയോ, പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ
ജാതിയും മതം നോക്കാതാ എന്റെ മോൻ അവളെ രക്ഷിച്ചത്. ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി. അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ മോന് കൊടുത്തൂടെ? ദാനമായിട്ടെങ്കിലും. സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിനെ കുരുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും. ഇനി ഒന്നേ ഉള്ളൂ, അതിനെ കൂടെ